ഹലോ ഫ്രണ്ട്സ്. അപ്പം സൈനാപ്ലൈ കൂടെ കഴിഞ്ഞ ദിവസം റിലീസായ ഒരു സിനിമയാണ് സോറി എന്നുള്ളത്. സോറി എന്നുള്ള സിനിമ എൻ്റെ ഒരു അഭിപ്രായത്തില് ഈ ഒരു സിനിമ എല്ലാവരും കാണണം, എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. ഒരുപാടൊന്നും പ്രതീക്ഷിക്കാതെ കാണേണ്ട ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. അത്രയ്ക്ക് പറയാൻ പറ്റിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഒരു സില്ലി സ്റ്റോറിയാണ്, പക്ഷെങ്കിൽ എല്ലാവരും ഈ ഒരു സിനിമ കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരുപാട് കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ച് കാണരുത്. ഒരു കൊച്ചു സിനിമ, അതിന്റെ പരിമിതികൾക്കുള്ളിൽ വെച്ച് കാണാൻ പറ്റുന്നവര് എന്തായാലും കാണുക. ഒരുപാട് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാതെ കണ്ടു നോക്കുക. എല്ലാവരും പുതുമുഖങ്ങളാണ് ഇതില് അഭിനയിച്ചിരിക്കുന്ന. ഒട്ടുമിക്ക എല്ലാവരും പുതുമുഖങ്ങളാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതില് നമ്മൾ ഒരുപാട് നോർമലൈസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ഇതില് ചർച്ച ചെയ്യുന്നത്. നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് ചെയ്തിട്ടുമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ കാലത്തൊക്കെ ആരും നമ്മളെ തിരുത്താനോ ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും അത് ആ ഒരു സമയത്ത്, ഈ ഒരു സമയത്തും അതങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അത് നമ്മൾ പറയുന്നവർക്കല്ല. ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരെയും കളിയാക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു ഞാനും. അത് പറഞ്ഞിട്ടുണ്ട്, പറയുന്നവർക്കല്ല ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാൾക്കാണ് അതെങ്ങനെയൊക്കെ പിന്നീടുള്ള വളർന്നു വരുമ്പോൾ എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ള കാര്യം അത് നമുക്ക് ആ ഒരു സമയത്ത് തിരിച്ചറിവില്ലാത്തതുകൊണ്ട് ചെയ്തു പോയിട്ടുള്ളൊരു കാര്യമാണ്. അത് പിന്നീട് അവരുടെ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ എങ്ങനെ മാറ്റും എന്നുള്ളതൊക്കെ ഈ ഒരു സിനിമ കാണുമ്പം നമുക്ക് തീർച്ചയായും മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സിനിമ എന്തായാലും കാണുക. ഒരു 1.5 മണിക്കൂറുള്ളൊരു സിനിമ മാത്രമാണ്. കണ്ടു നോക്കിക്കോ. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഞാൻ ഈ ഒരു സിനിമ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ്. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ അതിലെ ഓപ്പോസിറ്റ്, അതായത് നായകന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ കൂട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ അന്ന് ചെയ്ത കാര്യങ്ങൾ പലതും മറന്നുപോയിട്ടുണ്ടായിരിക്കാം, പക്ഷെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾ അങ്ങനല്ല. അത് അവർക്ക് ഇപ്പോഴും അത് ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. അതിനൊക്കെ ഇപ്പൊ അന്ന് ഞാൻ കളിയാക്കിയവരെല്ലാം ഞാൻ സോറി പറയുന്നു ഈ ഒരു വീഡിയോയിൽ കൂടെ. അതുകൂടി ഞാൻ പറയുന്നുണ്ട്. ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഞാൻ മനസ്സുകൊണ്ട് തന്നെ പറയുന്നതാ. അപ്പം ശരി ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.